അപ്പൊ പ്രിയക്കൊക്കെ ഞാൻ ഇടയ്ക്ക് നിർത്താൻ നോക്കിയോണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോഴൊന്നും നിൽക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു ബോധം വെച്ചിട്ട് ഒരു ലിമിറ്റിൽ നിർത്തിക്കാണും. അല്ലെങ്കിൽ പറഞ്ഞത് പറഞ്ഞ പോലെ കുറെ പറഞ്ഞോണ്ടിരുന്നതുകൊണ്ട് അടുത്ത ആൾക്ക് ഒരു സമയം തീരും. അപ്പൊ അതുകൊണ്ട് 5 കാര്യങ്ങളെ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ എന്ത് പറഞ്ഞതുപോലെ പൂ ചോദിക്കുമ്പോ പൂക്കാലം തന്നിട്ട് ആ രീതിയിലാക്കണ്ട കേട്ടോ. സെലക്റ്റീവായിട്ട് വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങൾ എന്താണോ മനസ്സിലേക്ക് വരുന്നത് അതങ്ങ് പറഞ്ഞോളൂ. അതൊന്ന് ഒഴുകി വരുമ്പോ നമുക്ക് സംതൃപ്തി, കേൾക്കുന്നവർക്ക് സംതൃപ്തി, നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ കുറിച്ച് ഇതുപോലെ ഇനിയിപ്പോ അടുത്ത ആഴ്ച മിക്കവാറും തുടരാനുള്ള പദ്ധതി ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? അതല്ലേ ടീച്ചർ നല്ലത്? എല്ലാരും പറയട്ടെ, അവരവരുടെ ഉള്ളിൽ എല്ലാവരും അവരവരെ കുറിച്ചുള്ള ആത്മപരിശോധനയുടെ വേറൊരു വെർഷനാണെന്ന് വിചാരിക്കരുത്. നിങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ കുടുംബത്തിലെ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു ബന്ധമല്ലേ. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ നമ്മളെ പറ്റി മാത്രമല്ല, നമ്മുടെ ജീവിത പങ്കാളിയെ കുറിച്ചിട്ടും ശരിക്കും അറിയാനും പറയാനും കഴിയേണ്ട ആവശ്യം തന്നെയല്ലേ. അപ്പൊ എന്തായാലും പറയും. ഓക്കെ, കമാൻ. ശശി മാഷിനെ കുറിച്ചാണ് ഇനി അടുത്ത നമ്മൾ കേൾക്കാൻ പോകുന്നത്. വരും. ഞങ്ങൾ രണ്ടുപേരും ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആൾക്കാരാണ്. അതിന്റെ തുടക്കാണ്, തുടങ്ങിയിട്ടേ ഉള്ളൂ പരിപാടി. ഏറ്റവും പ്രൗഡായിട്ടുള്ള നിമിഷം എന്ന് പറഞ്ഞാല്, ഞാൻ എന്റെ മോനെ പ്രസവിച്ച 56 ആയപ്പോഴാണ് ചേട്ടന്റെ അമ്മ ഒരു വർഷം തളർന്നു വരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് കുറച്ച് സമയത്ത് കഴിഞ്ഞപ്പോ ഞാനും അമ്മയും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പിന്നെ എല്ലാവരും ജോലിക്ക് പോണ ആൾക്കാരായിരുന്നു. അപ്പൊ ഒരു ദിവസം എന്നോട് ഒരു ചേട്ടത്തി പറഞ്ഞതാണ്, ഏട്ടൻ അറിയില്ലേ, പറയുന്നു, അമ്മ വയ്യാണ്ടായിപ്പോ ഹോസ്പിറ്റലിൽ വരുന്നപ്പോ ഇത്രയധികം പൈസ ചെലവാക്കിയിട്ടും അവനൊരിക്കൽ പോലും കണക്ക് പറഞ്ഞിട്ടില്ല. ഞാൻ ഏറ്റവും പ്രൗഡായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു. കാരണം ഞങ്ങളുടെ വീട്ടില് 10 മക്കളുണ്ടായിരുന്നു. 8 ചേട്ടന്മാരും 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. ഒരു ഭാര്യ എന്ന നിലയിൽ ഏറ്റവും സന്തോഷിച്ചൊരു നിമിഷം ഞാൻ. പിന്നെ ഞാൻ വീട്ടിലിരിക്കുന്ന ഒരാളായിരുന്നു. അപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയപ്പോ എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോയി പൂത്തോളായിരുന്നു തൃശ്ശൂര്. അപ്പൊ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു, തന്നെ പോവാനൊക്കെ. അപ്പൊ കാറിലൂടെ നിന്ന് പോകും, വരുമ്പോ ഞാൻ ബസ്സിന് വരും, അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്നെ എവിടേക്കോ പറഞ്ഞ ടെലികോം ഓഫീസിലേക്കാണെന്നുണ്ട് ഓർമ്മ, പറഞ്ഞയച്ചു. അവിടേക്ക് വരാൻ പറഞ്ഞു, അവിടെ വരാന്ന് പറഞ്ഞു. ഏട്ടാ അവിടെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ അവിടെ ഭയങ്കര പേടിച്ച് നിൽക്കായിരുന്നു പറയുന്നു. കാരണം എനിക്ക് ടൗണിലൊന്നും പോയി തീരെ പരിചയമില്ലായിരുന്നു. പിറ്റേ ദിവസം തന്നെ ആ പേടി മാറാൻ പറഞ്ഞയച്ചു. അത് നല്ല കാര്യങ്ങളാണ്, അതാണ് വേണ്ടത്. കാരണം അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെ മൈക്കും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് അല്ലേ. പല കാര്യങ്ങളും ഇപ്പൊ മക്കളെ ഇത്ര നിലയിൽ എത്തിക്കാനൊക്കെ പറ്റിയതിന്റെ പറയുക, അതൊക്കെ കാര്യം, അതിനൊക്കെ വലിയ പങ്കുണ്ട് ജീവിതത്തിൽ. അതാണ് വേണ്ടത്. ഈ പറഞ്ഞ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയാണ്. പരസ്പരം മറ്റുള്ളവരുടെ ദൗർബല്യങ്ങളെ മാറ്റാൻ അവര് സഹായിക്കുകയാണ്. നല്ല കാര്യം. അടുത്ത മോൾ പറയും, അടുത്ത വരട്ടെ. 2 കാര്യം ആയിട്ടുള്ളൂ കേട്ടോ, ഇനി 3 വേണം. പിന്നെ എന്റെ അച്ഛൻ പ്രായമായ ഒരാളായിരുന്നു. അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്റെ വീട്ടില്. അപ്പോഴൊക്കെ എന്റെ ചേട്ടത്തി വിളിക്കുമ്പോ ഞാൻ പോകുന്ന, ചേട്ടൻ ജോലി കഴിഞ്ഞ് അവിടേക്ക് വരാണ് പതിവ്. അപ്പൊ ഞാൻ ഇങ്ങനെ അച്ഛനോട് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ടായിരുന്നു. കാരണം ഞാൻ ഇത്രയധികം ആൾക്കാരുള്ള വീട്ടിലേക്ക് പോയിട്ട് അച്ഛൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എനിക്ക് എത്ര വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയായിരുന്നു. അപ്പോഴൊക്കെ ഏട്ടൻ എന്നോട് പറയും, ഇതിന്റെ പേര് നിന്നെ ആരും ഒന്നും പറയില്ല, നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 25 വർഷമായി ഇന്ന് വരെ എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. വളരെ സവിശേഷമായ കാര്യങ്ങളായി കേൾക്കുന്നത് പറയുന്നത്. പിന്നെ ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ഡോക്ടറെ കാണാനൊക്കെ ചെല്ലുമ്പോ രമേശ് സാർ പറയും, തന്നെ പോലെ ഒരാള് ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്, എത്ര ജോലി ചെയ്ത് നമ്മൾ ക്ഷീണിച്ചിരിക്കായാലും നമ്മുടെ എല്ലാ ക്ഷീണവും മാറുന്നു. അത്രയും ഇതൊക്കെ ഇപ്പൊ പറയാതെ തന്നെ നമ്മൾ തന്നെ ഇവിടെ അനുഭവിച്ചറിയുന്ന കുറെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ആ ഒരു പോസിറ്റിവിറ്റിയും സംഗതികളുമെല്ലാം. എന്നാലും സ്വന്തം ഭാര്യയിൽ നിന്ന് അത് കേൾക്കാന്ന് പറയുമ്പോൾ അത് വേറൊരു കാര്യമാണ്. നമ്മളിപ്പോ ഇവിടെ
നമ്മൾക്ക് കുറച്ച് നാളത്തെ അടുപ്പമാണെന്ന് തോന്നും അല്ലെ, ഇവര് ഇത്ര വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജീവിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഒരു ഐറ്റം കൂടെ ഇനി ഞാൻ ചാൻസ് തരുന്നുള്ളൂ. ഇപ്പൊ പറയാൻ തുടങ്ങിയ ചിലപ്പോൾ പിന്നെയും വരും. ലാസ്റ്റ് അല്ലെ 4 ആയില്ലേ, മതി, ഒന്നും കൂടെ മതി. ഒരു കാര്യം കൂടെ നമ്മൾ പറയും. അതിന് ഞങ്ങള് ഇന്നത്തെ നമുക്ക് പിന്നെ ഒരു കാര്യത്തിൽ ഞങ്ങളെ വീട്ടിലെ നിർബന്ധിക്കാറില്ല, നിർബന്ധിച്ച് ചെയ്യിക്കാറില്ല. അത് മോനെ മാത്രമേ ഞങ്ങൾ ഇത്തിരി പ്രശ്നമായിട്ടുള്ളൂ. കാരണം അവനൊരു ആൺകുട്ടി ആയതുകൊണ്ട് കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വരുന്നുള്ള ഒരു രീതിയിൽ ഞങ്ങൾ രണ്ടാളും അവനെ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നല്ല റിസൾട്ടും കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം. എല്ലാവരും നല്ലൊരു കൈ കൊടുക്കും. ഇപ്പൊ ഈ പറഞ്ഞു കേട്ടതിൽ ഇത്രയും നമുക്കൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒരു സംഗതിയുണ്ട്. ശശി മാഷ് ആദ്യം തന്നെ വളരെ കോമ്പാക്റ്റ് ആണ്. അതാണ് അതിന്റെ സവിശേഷത. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഇവിടെ പ്രിയയുടെ സംസാരം നമ്മൾ കേട്ടു. പ്രിയ കോമ്പാക്റ്റ് ആണ് അല്ലെ, ഇപ്പൊ കോമ്പാക്റ്റ് ആണ്. പക്ഷെ പ്രിയ ആദ്യം കോമ്പാക്റ്റ് അല്ലായിരുന്നു. പക്ഷെ ജെയിംസ് അദ്ദേഹം കോമ്പാക്റ്റ് ആയിരുന്നു. അതാണ് അതിന്റെ സവിശേഷത. ഒരാളെങ്കിലും കോമ്പാക്റ്റ് ആണെങ്കിൽ വേറെ ആളും കോമ്പാക്റ്റ് ആവാനുള്ള സാധ്യതയാണ് അവിടെ നമ്മൾ കാണുന്നത് ഇവരുടെ കേസിൽ അല്ലെ. അപ്പോൾ അതുപോലെ ഇപ്പൊ വളരെ നല്ല കാര്യമാണ് പറഞ്ഞത്. ഇനി എന്തോ പറയാനുണ്ട്, പക്ഷെ അത് നമുക്ക് അടുത്ത പേര്. അപ്പോൾ നമുക്ക് അടുത്ത ഇന്നത്തെ